ഹായ് ഓൾ, ഇന്ന് നമ്മൾ LS ആൻഡ് JJ കപ്ലിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നെറ്റിൻ്റെ ആണ്, CSIR നെറ്റിൻ്റെ ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പം കൺസെപ്റ്റായിട്ട് ഞാൻ എക്സ്ട്രാ ക്ലാസ് ഇതിനെക്കുറിച്ച് ഇട്ടിട്ടില്ല, പക്ഷേ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കൺസെപ്റ്റ് പഠിച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ D1 ആൻഡ് D2 ലൈൻസ് ഓഫ് സോഡിയം അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് സോഡിയത്തിൻ്റെ D1 D2 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ മാത്രം കണ്ടാൽ മതിയാകും. വൺസ് നമ്മളിതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളത് ബൈ ഹാർട്ട് ആയിക്കോളും എന്താണ് അതിൻ്റെ റേഷ്യോ എന്നുള്ളത്. സോ ദാറ്റ് യു ഹാവ് ടു അവിടെ ചെന്നിട്ട് നമുക്കത് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് മിസ്സ് ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്ക് സോഡിയം D ലൈൻസിനെ കാണുന്നതിന് മുമ്പായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാനായിട്ട് പ്രിൻസിപ്പിൾ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ലെവൽ പോകുന്നത് 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6x എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഈ ഒരു പ്രിൻസിപ്പിൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. നമ്മൾ ഓൾറെഡി +1 +2 കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിളും ഇത് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കാരണം LS കപ്ലിങ്ങിലും JJ കപ്ലിങ്ങിലും ഒക്കെ കോൺഫിഗറേഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിക്കാറ്. കോൺഫിഗറേഷൻ ഇൻ ദ സെൻസ് ഇലക്ട്രോണിക് നൊട്ടേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് കോൺഫിഗറേഷൻ അറിയണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ എനിവേസ് ഈ സോഡിയം D ലൈൻസിൻ്റെ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ D ലൈൻസിനെ കുറിച്ച് പറയാനായിട്ട്, അപ്പം സോഡിയത്തിൻ്റെ D ലൈൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, ഇപ്പോൾ ഇവിടെ സോഡിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നമുക്ക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എഴുതി നോക്കാം. അതായത് സോഡിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 11 ആണ്. 1s2 2s2 2p6 3s1, അതായത് 6 7 8 9 10 11 കറക്റ്റ് 11 കോൺഫിഗറേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം അതായത് ഒരു സോഡിയം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന കേസാണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഒരു പെർട്ടിക്കുലറായിട്ടുള്ള ലെവലിലേക്ക് അത് എക്സൈറ്റ് ചെയ്ത് പോകുമ്പോൾ, അപ്പം ഇലക്ട്രോൺ എക്സൈറ്റേഷൻസ് സംഭവിച്ച് ഇലക്ട്രോൺ മുകളിലേക്ക് ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും കൂടെ എഴുതണം. അപ്പം എക്സൈറ്റഡ് ലെവലിലോട്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 3s1 നിന്നുള്ള ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം അതിന് പുറത്തേക്ക് പോകാൻ വളരെ എളുപ്പമാണ്, അടുത്ത ഓർബിറ്റിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പം ഇത് വേറൊരു ഓർബിറ്റിലേക്ക് ചാടിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് 1s2 2s2 2p6 3s0 ആകും. അടുത്ത 3p1ലേക്ക് അത് പോകും. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ട്രാൻസിഷൻ നടക്കുമ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാറുന്നത്. ലാസ്റ്റുള്ള S സ്റ്റേറ്റിൽ നിന്ന് അത് P സ്റ്റേറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് സോഡിയം എക്സൈറ്റഡ് ആവുമ്പോൾ ഇതാണ് സംഭവിക്കുക. ഇനി എവിടെയാണ് D ലൈൻസിൻ്റെ പ്രാധാന്യം വരുന്നതെന്ന് നോക്കാം. അപ്പോൾ മനസ്സിലായി അത് എസ്സിൽ നിന്ന് P സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇൻ ദ സെൻസ് അത് 3sൽ നിന്ന് 3p സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത്, അതായത് ആദ്യ സ്റ്റേജുകളിൽ ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്താണെങ്കിലും അപ്പം ആദ്യം മുകളിലേക്ക് പോയെന്നുള്ള കൺസെപ്റ്റ് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഒരിക്കലും ഇലക്ട്രോൺ ആ ഹൈ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഹൈ എനർജി ലെവലിൽ ഒരിക്കലും അത് ഇരിക്കില്ല. പകരം അത് താഴേക്ക് വരും, അല്ലെങ്കിൽ ലോവസ്റ്റ് എനർജി ലെവലിലേക്ക് അത് വരും അല്ലേ. അപ്പോൾ ഹൈ എനർജി ലെവലിൽ നിന്ന് താഴേക്ക് അത് വരും. അപ്പോൾ 3pയിൽ നിന്ന് 3sലേക്ക് അത് വരും എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ തിരിച്ച് ഇലക്ട്രോൺ അതിൻ്റെ പൊസിഷനിലേക്ക് വരുമ്പം നോർമലായിട്ട് അവിടെ ഒരു റേഡിയേഷൻ ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന റേഡിയേഷനെയാണ് ആക്ച്വലി D ലൈനുകളെന്ന് പറയുക. മനസ്സിലായോ? എമിഷൻ ഓഫ് റേഡിയേഷൻ കോൾഡ് സോഡിയം D ലൈൻസ്. അപ്പോൾ ഒരു ഇത് നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യം. ഒരു പെർട്ടിക്കുലർ എനർജി അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോൺ ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അത് സ്റ്റെബിലിറ്റി ഹയർ സ്റ്റേറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. നോർമൽ പൊസിഷനിൽ വരാൻ പറ്റും എന്ന് പറയുന്നില്ല, എന്നാലും അത് പെർട്ടിക്കുലർ ലോവർ എനർജി ലെവലിലേക്ക് വരുന്നു. ആ സമയത്ത് അബ്സോർബ് ചെയ്ത എനർജീനെ അത് ലൈറ്റായിട്ട് അല്ലെങ്കിൽ റേഡിയേഷനായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോം ഓഫ് എനർജി ആയിട്ട് വെളിയിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇവിടെ അത് റേഡിയേഷൻസ് ആയിട്ട് തന്നെ. അപ്പം അത് D ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും എന്നുള്ള രീതിയാണ് ഇവിടെ. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ
അതാണ് അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷനാണ് ആക്ച്വലി ഡി ലൈൻ, സോഡിയം ഡി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിസ് ആദ്യം വരച്ചേക്കണം നോക്കൂ, 3Pയിൽ നിന്ന് 3Sലേക്ക് വന്നു, ദാറ്റ് ഇസ് 3Pയിൽ നിന്ന് 3Sലേക്ക് വന്നപ്പോൾ ഒരു റേഡിയേഷൻസ് കണ്ടു. അപ്പോൾ ആദ്യത്തെ കാലത്ത് ഒരു ഡി ലൈൻ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റേഴ്സ് ഉപയോഗിച്ച് ഇതിനെ ഒബ്സർവ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു പെർട്ടിക്കുലറായിട്ടുള്ള ഒരു സിംഗിൾ ലൈൻ അല്ല, പകരം ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഡി ലൈൻസ് എന്ന് പറയുന്നത് സിംഗിൾ അല്ല, പകരം 2 ഡി ലൈൻസ് ഉണ്ട്. D1 ലൈനും ഉണ്ട്, D2 ലൈനും ഉണ്ട്. ആദ്യത്തെ കാലത്ത് ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ വരുന്നതിന് മുമ്പ് ഒറ്റ ലൈനേ ഉണ്ടായുള്ളൂ. ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ സോഡിയം 2 ലൈനുകളുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കണ്ടുപിടിച്ചതാണ് D1 ലൈനും D2 ലൈനും അറൗണ്ട് ഒരു ലൈൻ 5890 ആങ്സ്ട്രോമും അടുത്തത് 96 ആങ്സ്ട്രോമിന് അറൗണ്ടായിട്ടാണ് അതിൻ്റെ സോഡിയം ഡി ലൈൻസ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഒറ്റ ലൈൻ അല്ലെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായി. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിന് ബോർ ആറ്റം മോഡലിനോ അല്ലെങ്കിൽ സൊമർഫീൽഡ് മോഡലിനോ ഒന്നും തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ്. നമുക്കറിയാം സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ആക്ട് ചെയ്താൽ മാത്രമേ ഫൈൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് സ്പിന്നിൻ്റെ ഓർബിറ്റ് ഇൻട്രാക്ഷൻ മൂലമാണ് ആക്ച്വലി ഫൈൻ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ആദ്യം ഒരു എനർജി ലെവലേ ഉണ്ടായുള്ളെന്നാണ് കണ്ടുപിടിച്ചത്. ഹൈ റെസൊല്യൂഷൻസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് മനസ്സിലാക്കി ഒരു ലെവൽ തന്നെ പലതായിട്ട് പല ഫൈൻ സ്ട്രക്ചറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഫൈൻ സ്ട്രക്ചറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ സെയിം വേ തന്നെ സോഡിയം ആദ്യം ഒരു ലൈനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഹൈ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് പല ലൈൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് സോഡിയത്തിനെ കുറിച്ച് അറിയേണ്ടത്. അതുമാത്രമല്ല ഇവിടെ ജസ്റ്റ് ഓർക്കുക, നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് 3Sൽ നിന്ന് 3P, അതിനുശേഷം 3Pയിൽ നിന്ന് 3Sലേക്ക് തിരിച്ചു വരുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെയാണ് ഡി ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം, എസ് എന്ന് പറയുന്നത് സിംഗ്ലെറ്റ് ആണ്. ഒറ്റ ഒരു സ്റ്റേറ്റ് മാത്രമേ ഈ ഓർബിറ്റലിനുള്ളൂ, അതായത് എസ് ഹാഫ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പി എന്ന് പറയുന്ന ഡബിളറ്റ് ആണ്, അതിന് P ഹാഫും P 3/2 കാണാൻ പറ്റും. അതായത് 2 സ്റ്റേറ്റ് ഉണ്ട്. പിയിൽ തന്നെ ഏറ്റവും സിമ്പിളാക്കുന്ന ഭാഷയെ പറയുന്നതാണ്, പിയിൽ തന്നെ 2 സ്റ്റേറ്റ് കാണാൻ പറ്റും. P ഹാഫും P 3/2 കാണാൻ പറ്റും. ഇതൊന്ന് എഴുതിയെടുക്കുമോ, ഇതൊന്ന് ഓർത്ത് വെക്കണം. എസ് സിംഗ്ലെറ്റ് ആണ്, എസ് 1/2 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. പി എന്ന് പറയുന്ന ഡബിളറ്റ് ആണ്, P ഹാഫും P 3/2 ഉണ്ട് ഈ ഒരു സ്റ്റേജ്. അപ്പം ഡി ഡബിളറ്റും D 3/2, D 5/2, F 5/2, F 7/2 ഈ ഒരു കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം സോഡിയം ഡി ലൈൻസിന് ഇതാണ് പോസിബിളായിട്ടുള്ളത്, പിയിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ P ഹാഫിലേക്ക് വേണമെങ്കിൽ എസ്സിൽ നിന്നുള്ള ഇലക്ട്രോൺ പോവാം, P 3/2 വേണമെങ്കിൽ പോവാം. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ എസ് ഹാഫിൽ നിന്ന് P ഹാഫിലേക്കാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും, ഏത് ലൈനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എസ് ഹാഫിൽ നിന്ന് P 3/2 ഇലക്ട്രോൺ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് പറയുക, P ഹാഫിൽ നിന്ന് എസ് ഹാഫ് അപ്പം എസ് ഹാഫിൽ നിന്ന് P ഹാഫിലേക്ക് ഇലക്ട്രോൺ പോയിട്ട് തിരിച്ച് P ഹാഫിൽ നിന്നാണ് എസ് ഹാഫിലേക്ക് വരുന്നതെങ്കിൽ D1 ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി P 3/2 സ്റ്റേറ്റിൽ നിന്ന് എസ് ഹാഫിലേക്കാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ D2 ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ബേസിക്കായിട്ട് ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് സോഡിയം ഡി ലൈൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻസ് കാണിച്ചേക്കുന്നത്. അതായത് P എന്ന് പറയുന്നത് 2 P ഹാഫ് ആവാം, P 3/2 ആവാം, എസ് 2S 1/2 ആണ് കേട്ടോ, ഇത് 1/2 2S 1/2 എന്നാണ്, 2S 1/2. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ട്രാൻസിഷൻ. അതിൽ നിന്ന് ഫസ്റ്റ് ട്രാൻസിഷൻസ് പറയുകയാണെങ്കിൽ നോക്കൂ, 2P 3/2 നിന്ന് അല്ലെങ്കിൽ 2P 1/2 നിന്ന് ഇവിടേക്കാണ് ട്രാൻസിഷൻസ് വരുന്നതെങ്കിൽ ഇത് D1 ലൈൻസ് എന്ന് പറയാൻ പറ്റും. ഇതാണെങ്കിൽ D2 ലൈൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആങ്സ്ട്രോമിലുള്ളതും അതുപോലെ തന്നെ നാനോമീറ്റർ റേഞ്ചിലുള്ളതും കൂടെ ഉള്ള റേഞ്ചും, അതായത് പെർട്ടിക്കുലർ വാല്യൂം കൂടെ ഒന്ന് ഓർത്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 589.3 നാനോമീറ്റർ റേഞ്ചാണ്. ഒരെണ്ണം 589 നാനോമീറ്റർ റേഞ്ചും ഒരെണ്ണം 589.6 നാനോമീറ്റർ റേഞ്ചുമാണ് ഉണ്ടാവുക. അപ്പോൾ D1 ലൈൻ എന്ന് വെച്ചാൽ 5896 ആങ്സ്ട്രോം ആയിരിക്കും, 5896 ആങ്സ്ട്രോം. D2 ലൈൻ എന്ന് വെച്ചാൽ 5890 ആങ്സ്ട്രോം ആയിരിക്കും കേട്ടോ. ഇനിയും എനർജി നമുക്കറിയാം, പെർട്ടിക്കുലർ എനർജിയുടെ ചേഞ്ച് അനുസരിച്ച് ലാംഡയുടെ വാല്യൂ ഹൈ ആവുന്നു. അതായത്
ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലാംഡ വേവ് ലെങ്ത് ആണ് അല്ലേ. എനർജിയുടെ ചേഞ്ച് കൂടുന്നതനുസരിച്ച് വേവ് ലെങ്ത് കുറയാനാണ് ചാൻസ് കൂടുതൽ. എനിവേ ഇത്രയും ഒന്ന് ബേസിക് ആയിട്ട് ഇത്രയും മനസ്സിലാക്കി. അത് D1 D2 ലൈൻസ് എന്താണെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മളോട് ഏതായാലും D1 D2 ലൈനിൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏതായാലും 2011 CSIR നെറ്റ് ഫിസിക്സിൽ ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ D1 ആൻഡ് D2 ലൈൻസ് ഓഫ് സോഡിയം അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോഡിയം D ലൈൻസ് അതായത് D1 D2ൻ്റെ റേഷ്യോ ആണ്, ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞുവല്ലോ, ഇത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഓഫ് D1 D2 ലൈൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ കൺസെപ്റ്റിൽ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ സോഡിയം D ലൈൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം D1 ലൈൻസ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ആവുന്നതെന്ന് വെച്ചാൽ P½ ട്രാൻസിഷനിൽ നിന്ന് P½ നിന്ന് എന്ത് ചെയ്യാണ് എസ്സിലേക്ക് പോകുമ്പോഴാണ് D1 ലൈനിൻ്റെ ട്രാൻസിഷൻസ് നടക്കുക. അപ്പോൾ ഇത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. D1 ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2P½ നിന്ന് അത് എസ്സിലേക്ക്, P3/2 നിന്ന് S1/2 ട്രാൻസിഷൻസ്. അപ്പോൾ D1 D2 ലൈനിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് പോപ്പുലേഷൻ ലെവലുകളെയാണ്. ഓക്കെ, എന്തിനെയാണ്? പോപ്പുലേഷൻ ഓഫ് ദ ലെവൽസ്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി റേഷ്യോ എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് റേഷ്യോ ഓഫ് ഡീജനറസി ലെവൽ മതി. അപ്പോൾ ഡീജനറസി ഓഫ് ലെവൽ കാണാനായിട്ട് പറ്റണം. അപ്പം ഇത് ഓർത്താൽ മതി. പോപ്പുലേഷൻ ഓർത്തില്ലെങ്കിലും ഇൻറ്റൻസിറ്റിയുടെ ഡിപ്പെൻഡൻസി ചോദിച്ചാൽ നമ്മളെപ്പോഴും ഡീജനറസി, നമ്മുടെ കയ്യിലുള്ള ലെവലുകളുടെ ഡീജനറസി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡീജനറസി നമുക്കറിയാം, അതൊരു സ്പെക്ട്രോസ്കോപ്പിക് ടേം ആണല്ലേ. ഈ സെയിം എനർജി ലെവൽസ് ആയിരിക്കും ഡീജനറസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീജനറസി എങ്ങനെയാണ് കാണുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ കിട്ടും. അപ്പോൾ നോക്കിക്കോണേ, ഡീജനറസി എങ്ങനെയാണ് എഴുതുക? അപ്പോൾ ഡീജനറസി ഇങ്ങനെയാണ് കേട്ടോ എഴുതുന്നത്, 2J+1. മൾട്ടിപ്ലിസിറ്റി എങ്ങനെ എഴുതുന്നത്? മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടില്ലേ? നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പിക് ടേമിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചുള്ളൂ. ഇങ്ങനെയാണ്, ഈ മുകളിൽ വരുന്നതാണ് മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഡീജനറസി 2J+1 ആണ്. അപ്പം റേഷ്യോ ഓഫ് ലൈൻസ് ആണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം ഇൻറ്റൻസിറ്റി D2 ബൈ ഇൻറ്റൻസിറ്റി D1 എന്ന് എഴുതിക്കോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് റിവേഴ്സ് എടുക്കാം. നോക്കിക്കോണേ. അപ്പോൾ 2J2+1 ബൈ 2J1+1. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? D2 ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 2P3/2 നിന്ന് 2S½ ആണ്. അപ്പോൾ J ഏതെടുക്കും? രണ്ടിനും J ഉണ്ട്. Pക്ക് J ഉണ്ട്, താഴെ എഴുതിയിരിക്കുന്നതാണ് J. 3/2 എന്ന് എഴുതിയിട്ടില്ലേ? അപ്പോൾ ഇതിൽ ഈ താഴെ വന്നേക്കുന്നതാണ് J എന്ന് പറയുന്നത്. മേടി മൾട്ടിപ്ലിസിറ്റി നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് ടേം എഴുതുന്ന അറിയാമല്ലോ, 2S+1 LJ. അപ്പോൾ താഴത്തെയാണ് J. അപ്പോൾ D2 ബൈ D1 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. 2J+1 ബൈ 2J2+1 ബൈ 2J1+1 എന്നാണ് ഇക്വേഷൻ. 2J2+1 ബൈ 2J1+1 എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ. ഇനി ജെയുടെ വാല്യൂ ഇതാണ് D2 ലൈൻസ്, രണ്ടെണ്ണം ഉണ്ട് ജെയുടെ വാല്യൂ. അപ്പോൾ ജെയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാണോ അതെടുക്കണം. അപ്പോൾ 2 × 3/2 + 1 എന്നെടുത്തു. 2 × ഇവിടെ രണ്ടും 1/2 തന്നെയാണ്. അപ്പോൾ 1/2 + 1. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എന്തായിരിക്കും? 4/2, അതായത് 2/1 എന്ന്. അപ്പോൾ നോക്കിക്കേ, D2 ബൈ D1 എന്ന് പറയുന്നത് 2/1 എന്ന് കിട്ടി. അപ്പോൾ D1 ബൈ D2 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 1:2. അപ്പോൾ ക്വസ്റ്റിനിൽ തന്നെ ആക്ച്വലി ആൻസർ ഉണ്ട്. D2:D1 ആ ചോദിക്കുന്നതെങ്കിൽ 2:1, D1:D2 ആ ചോദിക്കുന്നതെങ്കിൽ 1:2. വളരെ സിമ്പിൾ അല്ല. അപ്പോൾ ഇത് ബൈഹാർട്ടാണ്. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ CSIRന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഗേറ്റിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിച്ചു വെച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഇൻ ആൻ ആറ്റം തന്നിട്ടുണ്ട്. H=AL എന്നാണ് തന്നിരിക്കുന്നത്. L ഉം S ഉം ഡിനോട്ട് ചെയ്യുക എന്താണെന്നുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഓർത്താൽ മതി. സ്പ്ലിറ്റിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പ്ലിറ്റിംഗ്. അപ്പോൾ നോട്ട്ബുക്ക് എടുക്കുമ്പോൾ സൈഡിൽ ഒന്ന് എഴുതി വെച്ചേക്കണം, ഇത് സ്പ്ലിറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റിംഗ് നോക്കി, അതായത് സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനാണ് എടുക്കേണ്ടതെന്നൊരു ഡൗട്ട് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വന്നിട്ട് സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാവേ. ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, അതായത് 2P3/2
2p1/2 തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ് കാണാനായിട്ട് a/2 j² മൈനസ് l² മൈനസ് s². ഇതാണ് ആക്ച്വലി ഇക്വേഷൻ. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ഇതാണ് ഇക്വേഷൻ. ഇതിൽ j² l². അപ്പോൾ എന്താ എൻ്റെ മക്കൾ ഓർത്തെ, സ്പ്ലിറ്റിംഗ് കണ്ടു. അതായത് രണ്ട് ഡിഫറെൻറ്റ് ലെവലുകൾക്കിടയിലുള്ള സ്പ്ലിറ്റിംഗ് കാണാൻ പറയുമ്പോൾ h = a/2 j² മൈനസ് l² മൈനസ് s². ഇനി എന്താ ഈ ഓരോ ടേമെന്ന് നോക്കണം. ഈ ഓരോ ടേമും എന്താണെന്ന് നോക്കണം. അതായത് j² ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, j × j+1 h കട്ടിൻ്റെ സ്ക്വയർ. അതുപോലെ തന്നെ l² ചെയ്യാൻ l × l+1 h കട്ടിൻ്റെ സ്ക്വയർ. s² ചെയ്യാൻ s × s+1 h കട്ടിൻ്റെ സ്ക്വയർ. അതായത് l = ഇതാണല്ലോ. അങ്ങനെയാണെങ്കിൽ l² ചെയ്യാൻ സ്ക്വയർ ചെയ്യുമ്പം റൂട്ടും സ്ക്വയറും പോവും, h കട്ടിന് സ്ക്വയറും കിട്ടും. അതാണ് ആക്ച്വലി ഉദ്ദേശിക്കുക. അതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഓരോന്നും കണ്ടുപിടിക്കണം. അതായത് ആദ്യം അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ടേമിൻ്റെ ആദ്യം കണ്ടുപിടിക്കണം. 2p3/2 ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. 2p1/2 ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. അതായത് നേരത്തെ ഇതിലേക്ക് നമ്മൾ ജെയുടെ എല്ലിൻ്റെ എസിൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ മാറുന്നത്. അപ്പം ഈ ഇക്വേഷനെ തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇൻട്രാക്ഷൻ എനർജി എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ലെവൽ തന്നിട്ട് അതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്ന് സൈഡിലേക്ക് എഴുതി വെച്ചോ. ഇൻട്രാക്ഷൻ എനർജി = ഈ ഇക്വേഷൻ. h കട്ടിന് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഈ 3/2 ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ ആദ്യം തന്നെ 2p3/2 ആണ്. 2 മുകളിലാണ് കേട്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണേ. 2 മുകളിലാണ്. അതായത് ഇത് 2s+1 lj. j എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ്. l എന്ന് പറയുന്നത് p ആണ്. p ആകുമ്പോൾ l = 1, l = 0 ആകുമ്പോൾ s, l = 1 ആകുമ്പോൾ p. അപ്പോൾ l ഇതെല്ലാം തന്നിട്ടുണ്ട്. s ഓൾറെഡി നമുക്കറിയാം. s നമ്മൾ എന്തായിട്ടാണ് എടുക്കുക, ഹാഫായിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ j എന്ന് പറയുന്നത് 3/2 ആണ്. l എന്ന് പറയുന്നത് p ആയതുകൊണ്ട് l 1 ആണ്. s എന്ന് പറയുന്നത് ഹാഫാണ്. l എന്ന് പറയുന്നത് ഹാഫാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി മൾട്ടിപ്ലിസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം. 2 × ½ + 1 എന്ന് പറയുന്നത് 2 അല്ലേ, ഓൾറെഡി 2 തന്നെ അല്ലേ. അപ്പോൾ അത് ശരിയാണ്. അത് മനസ്സിലായാലും കുഴപ്പമില്ല. സ്പിൻ ഹാഫ് എന്ന് എടുക്കുക എന്ന് മാത്രമേ മിസ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേടാ ഇക്വേഷനിലോട്ട്. ഈ 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഓരോന്നും കണ്ടുപിടിക്കണം. അപ്പോൾ j എന്ന് പറയുന്നത് ആക്ച്വലി സ്മോൾ j × j+1 ആണ്. h² ഉണ്ട്. എല്ലാത്തിൽ നിന്നും h² നമ്മൾ കോമൺ എടുത്തതുകൊണ്ട് അത് അവിടെ ഇടണ്ട, ബാക്കി എഴുതിയാൽ മതി. അപ്പോൾ സ്മോൾ j ഓൾറെഡി നമുക്കറിയാം 3/2 ആണ്. പിന്നെ 3/2 + 1 എന്താ, 3/2 + 1 എന്ന് വെച്ചാൽ 5/2. 5/2 × 3/2 വെളിയിൽ കിടക്കുന്ന 3/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 15/4 എന്ന് കിട്ടും. അപ്പോൾ ഓരോന്നും കിട്ടിയത് ഞാനിവിടോട്ട് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നോക്കിയേ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നിൻ്റെയും ജെയുടെ വാല്യൂ ഉണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ LCM സെയിം ആക്കുക. LCM സെയിം ആക്കാനായിട്ട് 4 എടുത്തു. 4 ആണ് ഓൾറെഡി കിടക്കുന്നത്. അപ്പം അത് × 1 ചെയ്യുമ്പം 15. ഇനി ഈ 2ൻ്റെ ടേബിളിൽ 4 ഉള്ളത് 2ൻ്റെ ടേബിളാണ്. അപ്പോൾ താഴെയും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് അതെല്ലാം സെയിം ആക്കുക. LCM സെയിം ആക്കാൻ അറിയത്തില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 15 3 ഉണ്ട്. അപ്പോൾ 15 - 3 എന്ന് വെച്ചാൽ 12 ആണ്. 12/4 എന്ന് വെച്ചാൽ 3 ആണ്. 3 - 2 എന്ന് വെച്ചാൽ 1 ആണ്. അതാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പം അത് ജസ്റ്റ് നോക്കുക. അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ ഹാഫ് ചെയ്യുക. അതായത് j = ½ എന്നുണ്ടല്ലോ, അത് ചെയ്യുക. അത് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പം ഇങ്ങനെ കിട്ടും. അതിൻ്റെ അടുത്ത കേസിൽ ΔE എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്യുക. ΔE എന്ന് പറയുമ്പം ഈ 3/2 ഈ ഹാഫും കൂടെ മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പം 3a/2 h² എന്ന് കിട്ടും. ഇത് മനസ്സിലായില്ലെങ്കിൽ വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ടുള്ള ഒരെണ്ണം. പക്ഷേ ഇൻട്രാക്ഷൻ എനർജി ചെയ്യാൻ നേരം ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്ക് തെറ്റിപ്പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ½ + 1 എന്ന് വെച്ചാൽ 3/2 ആണ്. 3/2 + 1 എന്ന് വെച്ചാൽ 5/2 ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ചില ആൾക്കാർ ½ + 1 പോലും എന്താണെന്ന്
കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഉറപ്പുണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ ജസ്റ്റ് അതൊന്ന് പഠിച്ച് വെച്ച് വേണം ചെയ്യാൻ. അത് ചിലവർക്ക് അങ്ങനെയാണ്, ഒരു ഉറപ്പിന് വേണ്ടി നമ്മളത് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് ഹാഫ് പ്ലസ് 1 3/2, 3/2 + 1 5/2 അങ്ങനെ പഠിച്ച് വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള എനർജി സ്പ്ലിറ്റിംഗ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ AH² J+1 എന്ന് എടുത്താൽ മതി. J+1 എന്ന് എടുത്താൽ മതി. അപ്പോൾ അതായത് 2p 3/2 തൊട്ട് 2p ഹാഫ് വരെയുള്ള ട്രാൻസിഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ∆E = AH². ഇവർക്ക് ഇടയിലുള്ള സ്പ്ലിറ്റിംഗ് ആണ് നോക്കേണ്ടത്. ഈ J എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ J ഏതാണെന്ന് എടുക്കണം. 3/2 ആണ് വലിയ J. ഓക്കെ അങ്ങനെയല്ല, J+1. ഓക്കെ, വലിയ, അതായത് ഈ J+1 എന്ന് പറയുന്ന മുഴുവൻ ടേമിനെയാണ് നമ്മൾ വലുതായിട്ട് എടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും ബിഗ്, മിസ്സേ എളുപ്പമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ J+1 എന്ന് പറയുന്ന ടേം നമുക്ക് തന്നേക്കുന്ന ലെവലുകൾക്ക് ഏറ്റവും വലിയ J ഏതാണോ അത് മൊത്തത്തിൽ J+1 ആയിട്ട് എടുക്കുക. അപ്പോൾ ഓൾറെഡി ആൻസർ 3AH²/2 എന്ന് കിട്ടിയില്ലേ, 3/2 AH² എന്ന് കിട്ടിയില്ലേ, അതാണ് ആൻസർ. അപ്പം ഇതൊന്ന് പഠിച്ച് വെച്ചാൽ മതി. പക്ഷേ ഇൻട്രാക്ഷൻ എനർജി ചെയ്യാനായിട്ട് നമുക്ക് ∆E = AH², ആ ഇക്വേഷൻ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. J × J+1 ആ ഇക്വേഷൻ പഠിക്കണം. ഈ കേസിൽ സ്പ്ലിറ്റിംഗ് ചോദിക്കുമ്പോൾ AH² J+1, ഇവിടെ 2 ഒന്നും ഇതിൻ്റെ അകത്തില്ല, അത് ശ്രദ്ധിച്ചോണേ. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 3/2 AH². ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് പറഞ്ഞേക്കുന്ന സ്പെക്ട്രോസ്കോപ്പിക് സിമ്പിൾ ഫോർ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അലൂമിനിയത്തിൻ്റെ സ്പെക്ട്രോസ്കോപ്പിക് സിമ്പിൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് സിമ്പിൾ തന്നിട്ടുണ്ട്. 2p ഹാഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആക്ഷനിൽ, അതായത് LS കപ്ലിംഗ് അവിടെ ഇല്ല. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് എന്താ ചോദിച്ചേക്കുന്നത്, 2p ഹാഫ് എന്ന് അപ്പോൾ ഈ ഒരു കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിൻ്റെ സ്പ്ലിറ്റിംഗാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റിങ്ങിന് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ LS കപ്ലിംഗ് നെഗ്ലക്റ്റ് ചെയ്തേക്കുക. അപ്പോൾ ഒന്ന് ഓർത്തോണം, അതായത് Lഉം Sൻ്റെയും ഇടയിലുള്ള കപ്ലിംഗ് ബ്രേക്ക് ആകും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രോങ് പ്രസൻസിൽ കപ്ലിംഗ് ബിറ്റ്വീൻ L ആൻഡ് S ബ്രേക്ക് ഡൗൺ ആകും. അപ്പോൾ J എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ അവിടെ ഉണ്ടാവില്ല. എന്താ മിസ് പറഞ്ഞത്, എവിടെയെങ്കിലും മാഗ്നറ്റിക് മൊമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ L ആൻഡ് S ഇല്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ അവിടെ L ആൻഡ് S ബ്രേക്ക് ഡൗൺ ആയിട്ട് J എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവൽ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവലുകളുടെ സ്പ്ലിറ്റിംഗ് കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതാണെന്നറിയോ? ഇതാണ് ആ ഇക്വേഷൻ. 2s+1 2l+1 പഠിച്ചു വെക്കുക. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ LS കപ്ലിംഗ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടം നമ്പർ J എന്ന് പറയുന്നത് അവിടെ ടോട്ടൽ ക്വാണ്ടം നമ്പർ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇടയിലുള്ള എനർജി സ്പ്ലിറ്റിംഗ് കണ്ടുപിടിക്കാൻ 2s+1 × 2l+1 ചെയ്താൽ മതിയാകും. ഇനി S എന്താ, നമുക്ക് ആരുടെയാ, 2p ഹാഫിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. S എന്താണെങ്കിലും ഹാഫ് ആയിരിക്കും. അപ്പോൾ 2 × 1/2 + 1. മൾട്ടിപ്ലിസിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാഫ് ഇട്ട് നോക്കുമ്പോൾ 2 വരുന്നുണ്ടോ നോക്കുക. 2 × L, പിയുടെ L എന്താ, പിയുടെ L 1 ആണ്, +1 അല്ലേ. L 0 ആകുമ്പോൾ S, L 1 ആകുമ്പോൾ P. 2ഉം 2ഉം പോയി കഴിഞ്ഞാൽ 2, 1 + 1 2. ഇത് 2 + 1 എന്ന് വെച്ചാൽ 3. അപ്പോൾ 3 × 2 എന്ന് വെച്ചാൽ 6. അങ്ങനെയാണെങ്കിൽ 6 ലെവൽസ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും പാടുണ്ടായിരുന്നോ? 2s+1 2j+1 ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓഫ് ദി ഫോളോയിങ് ടേം സിമ്പിൾസ് ഓഫ് ദ Nb2 ആറ്റമിക് കോൺഫിഗറേഷൻ 1s0 3p0 3p1 3p2 ആൻഡ് 1d2 വിച്ച് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് CSIR നെറ്റ് ഡിസംബർ 2015 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് പെർട്ടിക്കുലർ കുറച്ച് കോൺഫിഗറേഷൻസ് തന്നിട്ട് അതായത് ടേം സിമ്പിൾ ഓഫ് ദ ഫോളോയിങ് ടേം സിമ്പിൾസ് ഓഫ് ദ Nb2 ആറ്റമിക്, അതായത് Nb2 എന്ന് പറയുന്ന ആറ്റമിക് കോൺഫിഗറേഷൻ്റെ ടേം സിമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും. അപ്പം ഇത്രയും കോൺഫിഗറേഷൻസ് ആണ് Nb2 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ കാണിച്ചേക്കുന്നത്. ഈ 1 എന്നുള്ളത് നമുക്കറിയാം, ഇതൊക്കെ മൾട്ടിപ്ലിസിറ്റിനെയാണ് കാണിക്കുന്നത്. SP എന്നൊക്കെ പറയുന്നത് ഓർബിറ്റലിൻ്റെ ഷേപ്പിനെയാണ് കാണിക്കുന്നത്. താഴെ എഴുതിയിരിക്കുന്ന 0 1 2 എന്ന് പറയുന്നത് Jനെയാണ് കാണിക്കുന്നത്. കാരണം ഒരു ഇലക്ട്രോണിൻ്റെ സ്പെക്ട്രോസ്കോപ്പിക് ടേം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2s+1 L J ആണെന്ന് ഓൾറെഡി അറിയാം. ആ രീതിയിലാണിത് ചെയ്തേക്കണത്.
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതിയെന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോർമലി ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഹൻസ് റൂളാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൻസ് റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് മൾട്ടിപ്ലിസിറ്റി സ്റ്റേറ്റ് ഹാസ് ലോവസ്റ്റ് എനർജി ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇതിൻ്റെ കേസിൽ നിങ്ങൾ ഓർക്കേണ്ടത് മൾട്ടിപ്ലിസിറ്റി കൂടുന്നതനുസരിച്ച് ലോവസ്റ്റ് എനർജിയിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേമുകൾ മാത്രം ഒന്ന് ഷോർട്ട് ചെയ്തെടുത്തേ. ഹയസ്റ്റ് മൾട്ടിപ്ലിസിറ്റി ഉള്ളത് ഇതാണ്, മുകളിൽ കിടക്കുന്നതാണല്ലോ മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ 3 ഉള്ളതാണ് ഏറ്റവും വലുത്. ഇനി നമ്മൾ ഇത് മാത്രം എടുത്താൽ മതി. ഏതായാലും ഇതുമല്ല ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം മൾട്ടിപ്ലിസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മൾട്ടിപ്ലിസിറ്റി കൂടുന്നതനുസരിച്ച് ലോവർ എനർജി ലെവലിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന നമ്മുടെ കോൺഫിഗറേഷൻസ്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി കൂടുന്നതനുസരിച്ച് വാല്യൂസ് എടുത്തു. അപ്പോൾ 3 എണ്ണത്തിനായിരുന്നു മൾട്ടിപ്ലിസിറ്റി കൂടുതലുള്ളത്, 3 എണ്ണമായിരുന്നു ഉള്ളത്. ഇനി അടുത്ത കേസ്, അപ്പോൾ മൾട്ടിപ്ലിസിറ്റി വെച്ച് എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 3 എണ്ണം കിട്ടി. ഇനി ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ അടുത്ത കൺസെപ്റ്റ് എനിക്കറിയാം. എല്ലിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ലോവർ എനർജി ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, എല്ലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എല്ലിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ലോവസ്റ്റ് എനർജി ലെവലിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ എല്ലാത്തിൻ്റെ എല്ലിൻ്റെ വാല്യൂ സെയിം ആണ് അല്ലേ? കാരണം എല്ലെന്ന് പറയുന്നത് ഇതിനെയാണ്, പീനെയാണ് കാണിക്കുന്നത്. പി എന്ന് പറയുന്നത്, അപ്പോൾ പി ആണ് ഓർബിറ്റിലെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എസ് ആണെങ്കിൽ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3, അങ്ങനെയാണ് പോവുക. അപ്പോൾ എല്ലാത്തിൻ്റെ എൽ വാല്യൂസ് 1 ആണ്. അത് വെച്ചിട്ട് ഇനിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതല്ല, ഇനി അടുത്ത റൂൾ വരും. അടുത്ത റൂളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അടുത്ത റൂൾ എന്താണെന്ന് വെച്ചാൽ ലോവസ്റ്റ് ജെ സ്റ്റേറ്റ് ആണെങ്കിൽ ലോവസ്റ്റ് ജെ സ്റ്റേറ്റിന് ലോവസ്റ്റ് എനർജി ആയിരിക്കും. പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്. വെൻ ദ സബ്ഷെൽ ഈസ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ്. സബ്ഷെല്ല് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ, നമ്മുടെ സബ്ഷെല്ല് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജെ കുറയുന്നതനുസരിച്ച് എനർജിയും കുറയും. ഇനിയും അടുത്ത കേസ് എന്ന് പറയുന്നത് ആൻഡ് ദ ലോവസ്റ്റ് ജെ സ്റ്റേറ്റ് വിൽ ഹാവ് ദ ഹയസ്റ്റ് എനർജി. ഇനിയും ജെ വാല്യൂ കുറവാണെങ്കിൽ എനർജി കൂടും. എപ്പോഴാണെന്നറിയാവോ? വെൻ ദ സബ്ഷെൽ ഈസ് സബ്ഷെല്ല് മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ കൺഫ്യൂസ് ആയിരിക്കും. ഒരു സ്റ്റേറ്റ് അങ്ങ് ഓർത്താൽ മതി, മറ്റേത് അതിന് റെസിപ്രോക്കലാണെന്ന് വിചാരിക്കുക. ജെയുടെ വാല്യൂ കുറവാണെങ്കിൽ എനർജി കുറയും. ഏത് കേസിലാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഓർബിറ്റലിലുള്ള ഇലക്ട്രോണ് ഹാഫ് ഫില്ലിനെക്കാട്ടിലും കുറഞ്ഞു നിൽക്കുമ്പോൾ ജെയുടെ വാല്യൂ കുറയുന്നതനുസരിച്ച് എനർജി ലെവലും കുറയും. ഇനി മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജെയുടെ വാല്യൂ കുറവാണെങ്കിൽ എനർജി കൂടും. ഓക്കെ, നമുക്കേതായാലും ഈ കേസ് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ കുറവ് ഏതിനാണെന്ന് നോക്കണം. ഇൻ ദ സെൻസ് ജെയുടെ വാല്യൂ കുറവല്ല, ജെയുടെ വാല്യൂ കുറവാണോ എന്ന് അറിയണമെങ്കിൽ, അതായത് ജെയുടെ വാല്യൂ അറിയണമെങ്കിൽ ഇത് ഹാഫ് ഫിൽഡ് ആണോ, ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണോ, മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണോ എന്ന് കൺസിഡർ ചെയ്യണം. മൾട്ടിപ്ലിസിറ്റി ആദ്യം കൺസിഡർ ചെയ്തു, കൂടുതൽ മൾട്ടിപ്ലിസിറ്റി എടുത്തു, അതിന് ലോവർ എനർജി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അടുത്തത് ഞാൻ എല്ലിൻ്റെ വാല്യൂ എടുക്കാൻ ശ്രമിച്ചു. എല്ലിൻ്റെ വാല്യൂ കൂടുന്തോറും എനർജി ലെവൽ കുറയും, പക്ഷേ എല്ലാത്തിനും സെയിം ആണ്. അതുകൊണ്ട് ഞാൻ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം ഇലക്ട്രോൺസിനെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷനിൽ ഒന്നും തന്നെ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ കാണാൻ പറ്റുന്നില്ല. കാരണം മൾട്ടിപ്ലിസിറ്റി മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു മോഡൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷനാണിത് എന്ന് വെച്ചാൽ ഈ ആറ്റത്തിൻ്റെ ഈ അറ്റോമിക് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ പിയിലാകെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ പിക്ക് ആക്ച്വലി 6 എണ്ണത്തിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. 6ൻ്റെ ഹാഫ് എന്ന് വെച്ചാൽ 3 ആണ്. അപ്പോൾ ഹാഫിനെക്കാട്ടിലും കുറവാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 തീരെ കുറവാണ്. അപ്പം ഒരു ഓർബിറ്റ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ് ഒക്യുപ്പൈ ചെയ്തേക്കുന്നതെങ്കിൽ ഇതിലേതിൻ്റെ ജെയുടെ വാല്യൂ ആണോ കുറവ് അതായിരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി കൂടുതൽ, എല്ലിൻ്റെ വാല്യൂ ജെയുടെ വാല്യൂ കുറവ്. അപ്പോൾ 3p0 ആയിരിക്കും ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇത് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. ഈ ക്വസ്റ്റ്യനും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അല്ല, ഇത് നമ്മൾ സോൾവ് ചെയ്തു അല്ലേ? 3p0 ആണ് ഉത്തരം കേട്ടോ. 3p0. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് വന്നിട്ട് CSIR നെറ്റ് 2015 ചോദിച്ചേക്കണ ക്വസ്റ്റ്യനാണ്. 2015. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. LS കോൺഫിഗറേഷൻ ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് റെസ്പെക്റ്റീവ്ലി. അതായത് നമുക്ക് ആക്ച്വലി
ഇതിൻ്റെ ഓരോ ആറ്റത്തിൻ്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Mgയുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, Alൻ്റെ, Clൻ്റെ, ആർഗണിൻ്റെ ഒക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതായാലും ഞാൻ ആർഗണിൽ നിന്ന് എഴുതി തുടങ്ങുന്നതാണ് എനിക്ക് എളുപ്പം. അതായത് ആർഗൺ ആണല്ലോ ഏറ്റവും വലുത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആർഗൺ 18, 1s2, 2s2, 2p6, 3s2, 3p6, 6, 6, 12, 13, 14, 15, 16, 17, 18. ഓക്കെ, 18 എണ്ണം ആയിട്ടുണ്ട്. ഇനിയും 17 ക്ലോറിന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എഴുതിയാൽ മതിയല്ലോ. 2s2, 2p6, 3s2 എന്താണ്, പിന്നെ 3p6 നിന്ന് ഒരെണ്ണം കുറച്ച് 3p5 ആയിട്ട് എഴുതുക. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ നോട്ട്. അലൂമിനിയം അതുപോലെ തന്നെ 13 ഈ റേഞ്ചിൽ എഴുതുക. മഗ്നീഷ്യം എഴുതുക.